ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിൽ ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒന്നുമില്ല, എന്നാലും കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊത്തവര എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പാണ്. പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, സാമ്പാർ പൊടി, ഉപ്പ്. പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുക്കറിലാണ് ഇടുന്നത്, പക്ഷേ പ്രഷർ ഇടാതെയാണ് ചെയ്യുന്നത്. പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോവും, അതുകൊണ്ട് ഞാൻ പ്രഷർ ഇടാതെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ പരിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പുളിയാണ്, പുളിയുടെ വെള്ളം. അപ്പോൾ പുളി ഞാൻ കുറച്ച് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളി ആവരുത്, കുറച്ച് ചെറിയൊരു പുളി മതി. പിന്നെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി മതി. പുളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് സാമ്പാർ പൊടി, കായം ഒക്കെ ഇടുമല്ലോ. അപ്പോൾ ഞാനിതിൽ സാമ്പാർ പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് അതിൽ കായം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കായം സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കായം ഇടുന്നില്ല. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ആവശ്യമുണ്ട്. അപ്പം വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഞാൻ ആദ്യം ഇട്ടിട്ടില്ല, അത് ഇട്ട് കഴിഞ്ഞാൽ അടിഞ്ഞു പോവും, അതുകൊണ്ടാണ് വെണ്ടയ്ക്ക ഇടാത്തത്. വഴറ്റിയിട്ട് വെണ്ടയ്ക്ക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കടുകിട്ടൊന്ന് താളിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് മല്ലിയൊക്കെ ഇട്ട്, ടേസ്റ്റിന് മല്ലിയിലൊക്കെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.